ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ്. നമ്മൾ ഇന്ന് കുറച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെവലുകൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിമിലുള്ള ലെവൽസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിലൊക്കെ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഹൈയും ലോയും ഇപ്പം മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ഹൈയും ലോയും തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ സെയിം ലെവലുകൾ തന്നെയാണ് നമ്മൾ ഒരു ഫിബ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി ഉള്ളത് ഒരു പ്രീമിയം സോണിലാണ്. അപ്പോൾ കൂടുതലായിട്ടും ബെയറിഷ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് നമുക്ക് കറൻ്റ്ലി മാർക്കറ്റ് ഉള്ളത്. കാരണം ഒരു പുൾ ബാക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ചെറുതായിട്ടുള്ളൊരു പുൾ ബാക്ക് നമുക്ക് ആ ഒരു നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്ന് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ ആ ഒരു വീക്കിലി FEG നമുക്കിവിടെ കാണാൻ പറ്റും. ആ വീക്കിലി FEGയിൽ മാർക്കറ്റ് വന്നിട്ട് നമുക്ക് താഴത്തേക്കൊരു മൂവ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടാപ്പ് ചെയ്ത ആ ക്യാൻഡിലിൻ്റെ ആ ഒരു ഏരിയയുടെ ലോ ഓൾറെഡി നമുക്കിവിടെ ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ ഒരു ലോ നമുക്ക് ഓൾറെഡി ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സ്വിങ്ങിൽ ഉള്ള ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ടാണ്. ഇതാണ് നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്കിവിടെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഓൾറെഡി നമുക്ക് സ്വീപ്പ് തന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമുക്കൊരു റിവേഴ്സിൽ നമുക്ക് താഴത്തേക്ക് വരാനുള്ള ചാൻസ് നമുക്ക് 0.5 ഇക്വിലിബ്രിയം താഴത്ത് ആ പൊസിഷനുണ്ട്. താഴത്തോളം ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോൾ കുറച്ചും കൂടി ആ ലെവലിലുള്ള ആ FEG ഏരിയ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് സംഭവിച്ചപ്പോൾ ഉള്ള ഒരു FEG ഏരിയയിലാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇതാണ് ആ സ്വിങ് മൂവ്മെൻറ്റ്, ആ ഒരു ഹൈയും ലോയും അതിൻ്റെ അവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന FEG. ആ FEG ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സിൽ കാണിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു മേ ബി ഒരു റിവേഴ്സിൽ തരാം. അതല്ലെങ്കിൽ മുകളിലത്തെ ഒരു ആ ലിക്വിഡിറ്റി ഏരിയയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടില്ലേ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്കിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. അതിന് തൊട്ട് മുകളിൽ ലിക്വിഡിറ്റീസും ഉണ്ട്. മേ ബി ആ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴത്തേക്ക് വരാം, അല്ലെങ്കിൽ ആദ്യം തന്നെ താഴത്തേക്ക് പോയിട്ട് താഴത്തുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും മുകളിലത്തെ ആ ലിക്വിഡിറ്റി ഏരിയ ആ ഹൈ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ താഴത്തെ മുകളിലുള്ള ലിക്വിഡിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് താഴത്ത് മുകളിലുള്ള ലിക്വിഡിറ്റി ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി സ്മോൾ ടൈം ഫ്രെയിമായ 1 അവർ ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ഫോം ചെയ്തേക്കുന്നത് ഒരു ചാനലിൽ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഇതുവരെയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ താഴത്തെ കുറച്ച് ലിക്വിഡിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ചാനലിൽ നിന്ന് ഒരു സ്വീപ്പ് ഇവിടെ തന്നു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെ വീണ്ടും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ഈ ഒരു ആ ലോ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ ഗ്യാപ്പുണ്ട്. അത് മാത്രമല്ല ഈ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെ ഉള്ള സ്റ്റോപ്പ് ലോസുകൾ അടുപ്പിച്ച് വീണ്ടും മുകളിലേക്ക് പോയിട്ട് മുകളിലത്തെ കുറച്ച് ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള താഴത്തുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുകളിൽ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കണ ആ ഒരു ഹൈ നമുക്ക് വീണ്ടും മുകളിലത്തെ ലിക്വിഡിറ്റി
ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്കൊരു സ്വീപ്പ് തന്നുകൊണ്ടാണ് നമ്മൾ ഇനി മുകളിലേക്ക് പോകും എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി സ്വീപ്പ് തന്നെങ്കിലും നമുക്കിവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഇനി അതെടുത്തു കഴിഞ്ഞാൽ, താഴത്തെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിൻ്റെ ഒരു ഹൈയും ലോയിൻ്റെ ആ ഹൈ ഉള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതെടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും താഴത്തേക്ക് വരാനുള്ള ചാൻസുകളും കൂടുതലാണ്. ഇൻ കേസ് താഴത്തേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലുള്ള ആ സ്റ്റോപ്പ് ലോസുകൾ, ആ ഒരു ലിക്വിഡിറ്റി നമുക്ക് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അതിന് തൊട്ട് മുകളിൽ വീണ്ടും ഒരു ഈ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ വീക്ക്ലി FVGയിൽ ടാപ്പ് ചെയ്ത ആ ക്യാൻഡിലിൻ്റെ ഹൈയും നമുക്ക് 3 ലിക്വിഡിറ്റീസായിട്ട് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആദ്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ചെറിയൊരു സ്വീപ്പ് നമുക്ക് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് വന്നിട്ട് ഈ ലിക്വിഡിറ്റീസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വരാനാണ് ചാൻസുകൾ കൂടുതൽ. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ലിക്വിഡിറ്റിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇൻ കേസ് നമ്മുടെ കൂടുതൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ താഴെ ഒത്തിരി ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു റിവേഴ്സിൽ കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് തന്നെയാണ് വീഴാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, അതിന് തൊട്ടടിയിൽ വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കാനുള്ള ചാൻസുകൾ, ഇതൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ലിക്വിഡിറ്റി ഏരിയാസാണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഒരു ഫസ്റ്റത്തെ ലിക്വിഡിറ്റി നമുക്ക് എടുത്തിട്ട് റിവേഴ്സിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും താഴത്തേക്ക് വരാനുള്ള ചാൻസുകളാണ്. ഈച്ച് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിങ്ങൾക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവലുകൾ നിങ്ങൾക്ക് സ്മോളർ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് നല്ല ട്രേഡുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീക്കിലി അനാലിസിസ് ഹൈ ടൈം ഫ്രെയിമിലുള്ള ലെവൽസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റോക്സ് നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ലെവൽസുകൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റോക്ക് ലിസ്റ്റിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു 50 മിനിറ്റ് ചാർട്ടിലാണ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നമുക്കൊരു മുകളിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പിലത്തെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് താഴെയുള്ള ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലൊരു സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു X എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഓൾറെഡി സ്വീപ്പ് നടന്നതുകൊണ്ട് തന്നെ താഴത്തെ ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. ഇൻ കേസ് താഴത്തെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് നമുക്ക് ഒരു ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 139, 140 ആ ഏരിയയിൽ നമുക്ക് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നമുക്ക് ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ഇൻട്രാഡേ ട്രേഡുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവലുകൾ എന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ലെവലുകളാണ്. നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള അടുത്ത സ്റ്റോക്കാണ് SBI ലൈഫ്. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്റ്റോക്ക് തന്നെയാണിത്. പക്ഷെ അന്ന് ആക്റ്റീവ് ആവാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത വീക്കിലേക്ക് ഇത് കൺസിഡർ ചെയ്യുന്നത്. നല്ലൊരു ബൈ സ്റ്റോപ്പിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് ട്രേഡ് ചെയ്യാം. ഇൻ കേസ് ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ഒരു സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഫൈനൽ സ്റ്റോക്കിലേക്ക് പോവാം. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള മൂന്നാമത്തെ സ്റ്റോക്കാണ് KEI ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു 4200 to 4220 ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ ഒരു സ്വീപ്പ് തന്നിട്ട് നമുക്ക് മാർക്കറ്റ് അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേജറായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ തൊട്ടടിയിലൊരു FVG കൂടി ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 15 മിനിറ്റ് FVG കൂടി നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല ആ ട്രെൻഡ് ലൈനിൽ കൂടി നമുക്കൊരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് അവിടുത്തെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് വെക്കാം. ഇൻ കേസ് അവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു 3 സ്റ്റോക്കും നിഫ്റ്റിയുടെ ലെവൽസുമാണ് നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഈ വീഡിയോ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് സ്റ്റോക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.